സുനന്ദ പുഷ്കറിൻ്റെ മരണം സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. സുനന്ദ പുഷ്കറിൻ്റെ പോസ്റ്റ്മോർട്ടം ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ആണ് ഉണ്ടാവുക. സുനന്ദ പുഷ്കറിൻ്റെ മരണവാർത്ത തലസ്ഥാന നഗരിയെയും തിരുവനന്തപുരത്തെയും ഉദ്യോഗത്തിലാക്കി. മരണവാർത്തയോടെ ഞെട്ടലോടുകൂടിയാണ് ശശി തരൂരിൻ്റെ മണ്ഡലം കൂടിയായ തിരുവനന്തപുരം പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ലെസ്ലി ജോൺ നമ്മോടൊപ്പം ചേരുകയാണ്. ലെസ്ലി, കിംസ് ആശുപത്രിയിലെ നിർണായകമായ മെഡിക്കൽ ബോർഡ് യോഗം, അതിൻ്റെ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? അജിംഷാദ്, കേന്ദ്രമന്ത്രി ശശി തരൂരിൻ്റെ ഭാര്യ സുനന്ദ പുഷ്കർ മരണപ്പെട്ടിട്ട് ഇപ്പോൾ 14 മണിക്കൂർ പിന്നിടുന്നു. എന്നാൽ മരണത്തിലെ ദുരൂഹത ഇതുവരെ ഒഴിയുന്നില്ല. ആരും തന്നെ കൃത്യമായ നിഗമനങ്ങളിലോ അഭിപ്രായങ്ങളോ പറയാൻ കൂട്ടാക്കിയിട്ടില്ല. പ്രത്യേകിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു ഭാഷ്യവും ഇതിൽ നിന്നുണ്ടാവുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നമ്മൾ നിൽക്കുന്ന ഈ കിംസ് ഹോസ്പിറ്റലിലായിരുന്നു സുനന്ദ പുഷ്കർ ചികിത്സ തേടിയത്. എന്ത് തരം ചികിത്സയാണ് അവർ തേടിയത് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ബോർഡിൻ്റെ യോഗം ഇപ്പോൾ നടക്കുകയാണ്. 9 മണിക്ക് നടന്ന യോഗം ഇപ്പോഴും തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായി സുനന്ദ പുഷ്കർ കിംസ് ആശുപത്രിയിൽ ഏത് തരം രോഗത്തിന് അടിമപ്പെട്ടാണ് ചികിത്സ തേടിയിരുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തത വരും. എന്നാൽ ഈ വ്യക്തത വരുന്നതിന് മുമ്പ് തന്നെ വലിയ ഒരു രോഗബാധിതയായിട്ടായിരുന്നു സുനന്ദ പുഷ്കറിനെ ഇന്നലെ തലസ്ഥാനം, പ്രത്യേകിച്ച് ഡൽഹിയിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാർ നൽകിയ വിവരങ്ങൾ. ഈ വിവരങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. ചില മാധ്യമങ്ങൾ സുനന്ദ പുഷ്കറിന് ക്യാൻസർ ആണെന്നുള്ള തരത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ മെഡിക്കൽ ബോർഡിൻ്റെ അന്തിമ തീരുമാനം, അന്തിമ റിപ്പോർട്ട് വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഏതു തരത്തിലുള്ള ചികിത്സയായിരുന്നു സുനന്ദ പുഷ്കർ കിംസ് ആശുപത്രിയിൽ തേടിയിരുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തത അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സുനന്ദ പുഷ്കറിൻ്റെ മരണം കഴിഞ്ഞിട്ട് 14 മണിക്കൂർ പിന്നിടുന്നു. പ്രത്യേകിച്ച് നഗരത്തിൽ, തിരുവനന്തപുരം നഗരത്തിൻ്റെ MP കൂടിയായ ശശി തരൂരിൻ്റെ ഭാര്യയ്ക്ക് ആത്മബന്ധമുള്ള നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതയിൽ സംശയവും ഒപ്പം തന്നെ ദുഃഖവുമുണ്ട്. ശശി തരൂരിൻ്റെ ഓഫീസിനും ഒപ്പം വസതിക്കും കടുത്ത സുരക്ഷയാണ് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ കോണിൽ നിന്നും ഉള്ള പ്രതിഷേധം കണക്കിലെടുത്താണ് ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ നിന്നും കാര്യമായ പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട, മരണവുമായി ബന്ധപ്പെട്ട വിഷയം സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് പന്നി രവീന്ദ്രൻ ആവശ്യപ്പെടുക ചെയ്തു. എന്നാൽ മറ്റു സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ പക്വമായ രീതിയിൽ തന്നെ ഇതിനോട് പ്രതികരിക്കുന്നു. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം മതി ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ നടത്താനെന്നുള്ള തീരുമാനത്തിലാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ. കൂടാതെ ശവസംസ്കാര ചടങ്ങുകൾ തിരുവനന്തപുരത്ത് നടത്തണമെന്നുള്ള അഭിപ്രായവും ഒരു കോണിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. അത് ഏത് തരത്തിൽ, അതിൻ്റെ തീരുമാനം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചയായി സുനന്ദ പുഷ്കർ ചികിത്സ തേടിയ കിംസ് ആശുപത്രിയിലെ ഏറ്റവും സുപ്രധാനമായ മെഡിക്കൽ ബോർഡിൻ്റെ യോഗം നടക്കുകയാണ്. ഈ യോഗത്തിൽ ഉരുത്തിരിയുന്ന, അല്ലെങ്കിൽ അവർ പറയുന്ന വാചകം ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യം അറിയിക്കുന്നതുമാണ്. അത് അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് ആണ് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അജിംഷാദ്.